ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ശറഈന്റെ നിയമം, ആ ശറഈന്റെ നിയമത്തിനപ്പുറം നമുക്കൊന്നും ചെയ്തുകൂടാൻ, അതാ വിഷയം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്താ ചെയ്യാറ്? ക്വാറന്റൈനോ നോക്കല. ഇങ്ങനെ ക്വാറന്റൈനോ നോക്കല്, ഒരു പാർട്ടിയിൽപ്പെട്ട ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ ഉടനെ ആ പാർട്ടിയിൽപ്പെട്ട ഏതോ ഒരുത്തൻ ആരോ ഒരുത്തൻ കൊല്ലുക. കൊന്നവനും ഇതിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, മറ്റേ പാർട്ടിയിൽ മെമ്പറായി എന്നുള്ള ഒറ്റ ബന്ധം. ഇങ്ങനെ നിരപരാധികളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റൂല. അല്ല, നിരപരാധിയല്ല, കൊലയാളി എന്ന് ബോധ്യപ്പെട്ടാൽ കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾ ഫത്ഹുൽ മുഈൻ ഓതി പഠിച്ചവരാ. ഫത്ഹുൽ മുഈൻ പറഞ്ഞത്, സ്വന്തം ബാപ്പാനെ കൊല്ലുന്നത് മക്കളെ നേരിൽ കണ്ടതാണെങ്കിൽ കാണുമ്പോ പരമാവധി തടുക്കാൻ വേണ്ടി ശ്രമിക്കണം, രക്ഷപ്പെടുത്താൻ നോക്കണം. പക്ഷെ അതിന് സാധിക്കില്ല, അതുകൊണ്ട് കണ്ടതാണ്. ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ നിന്ന് ബാപ്പാനെ കൊല്ലുന്ന മക്കൾ കണ്ട് ഇറങ്ങി വരുമ്പോഴേക്ക് കൊന്നവർ ഓടിക്കളഞ്ഞു. എന്ത് ചെയ്യാനാ? എന്നാ ശറഈന്റെ നിയമം എന്താ? ഈ മക്കൾക്ക് കൊന്നവനെ പകരം കൊല്ലാൻ പാടില്ല. പിന്നെ എന്ത് വേണം? നിയമം കൈയെടുക്കാൻ പാടില്ല. രാജ്യത്തിന്റെ കോടതിയിൽ കേസ് കൊടുത്തിട്ട് കോടതി വിചാരണ ചെയ്തിട്ട് അദ്ദേഹം കൊന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ കോടതി അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിക്കണം. എന്നിട്ട് കൊല്ലല്ലാതെ നിയമം കൈയെടുക്കാൻ പാടില്ല എന്ന് ഫത്ഹുൽ മുഈനിൽ ഓതി പഠിക്കുകയും മുതാലിബികൾക്ക് ഓതി കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഖലീൽ തങ്ങൾ പറഞ്ഞത്, പകരം ഞങ്ങൾ കൊല്ലൂല. അതിവിടുത്തെ നിയമപാലകന്മാർ ചെയ്യേണ്ടതാണ്. അവിടെ ഞങ്ങൾ നിയമം കൊണ്ടു നോക്കും. അതേ സമയത്ത് അല്ലാഹുവേ, ആ കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. അതേ സമയത്ത് തന്നെ വലിയ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ഞങ്ങളെ പ്രവർത്തകൻ, അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും നീ കൊടുക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതെന്താണ്? സമസ്തയുടെ പേരിൽ അപ്പുറത്തിരുന്നുകൊണ്ട് അതാ പലതിനും ഉള്ളിലൂടെ പ്രചോദനം നൽകുന്ന കക്ഷികളുണ്ടല്ലോ, അവരോട് കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന കക്ഷി ഏതാണ്, നരകത്തിലേക്ക് നയിക്കുന്ന കക്ഷി ഏതാണ്, അത് വെവ്വേറെ മനസ്സിലാകാനുള്ള തെളിവുകളാണ് റബ്ബോരോന്നോരോന്നിവിടെ കാണിച്ചു തരുന്നത്. പലരെയും കൊല്ലപ്പെട്ടു, പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതിന്റെ ശിക്ഷയും തെറ്റുമെത്രയാണ് എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താതിരുന്നാൽ പലരും പലരെയും കൊല്ലും. കൂട്ടത്തിൽ ചിലപ്പോൾ സ്വയം ആത്മഹത്യകളും സംഭവിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്തും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമാ. ഞാൻ നേരത്തെ ഓതിയ സൂറത്ത് ആയത്തുകൾ ഏകദേശം സൂറത്തുൻ നിസായിൽ നിന്നാണ്. ആ സൂറത്തുൻ നിസായിന്റെ 93-ാമത്തെ ആയത്താണ്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ വല്ലവനും കൊന്നുകളഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ, അത് സ്വന്തം ശരീരത്തെ കൊന്നാലും വേറെ ഒരാളെ കൊന്നാലും മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തെ വല്ലവനും കൊന്നുകളഞ്ഞാൽ ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം ജഹന്നമാകുന്ന നരകമാണ്. ഖാലിദൻ ഫീഹാ, ഖാലിദൻ ഫീഹാ. ആ ജഹന്നമിൽ കാലകാലമാണ്. കാലകാലമാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്, അങ്ങനെ കൊല്ലുന്നതിന് കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവൻ ഈമാനില്ലാതെ ചാകുന്നവനാണ്. അവൻ കാലകാലം നരകത്തിലാണ്, ഒരിക്കലും അവൻ സ്വർഗത്തിലെത്തൂല. അല്ലെങ്കിൽ തന്നെയും കാലകാലം എന്ന് പറഞ്ഞ എത്രയോ കാലം ജഹന്നമാകുന്ന നരകത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നവൻ.
ഗളിബല്ലാഹു അലൈഹി, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് അവനോട് കോപിച്ചവനാണ്. അല്ലാഹ് അവനെ ലഅനത്ത് ചെയ്ത് ശപിച്ചിരിക്കുകയാണ്. വഅദ്ദലഹു അദാബൻ അലീമാ, ഗുരുതരമായ ഗൗരവമേറിയ ശിക്ഷ ഈ മനുഷ്യനെ കൊല്ലുന്നവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, അക്രമം നടത്തല്ല മക്കളെ, കൊന്നവരെ പോലും പകരം കൊല്ലില്ല മക്കളെ എന്നാണ് ഞങ്ങളെ സ്റ്റേജിൽ വെച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, നിയമം കയ്യിലെടുക്കരുതെന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, കൊന്നാലും ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറയുന്ന പ്രചോദനം നൽകുന്നവർക്ക് ലഅനത്തുണ്ടാവുകയില്ല, നരകം ബുക്ക് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനേ, ഈമാൻ വിട്ട് മരിക്കണോ? ലഅനത്തുനിന്ന് രക്ഷപ്പെടണോ? നരകം രക്ഷപ്പെടണോ? സ്വർഗത്തിലെത്തണോ? എങ്കിലും സുന്നത്ത് ജമാഅത്ത് നീ പിന്തുടർന്നോ? ആ സുന്നത്ത് അള്ളാഹുവിന്റെ ദീനുള്ളത് മഹാനായ ഖമറുൽ ഉലമയുടെയും താജുൽ ഉലമയുടെയും പിന്നിലാണെന്ന് നീ മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് അതിന്റെ പിന്നാലെ നീ നടന്നു കിംവദന്തികളും ഊഹാപോഹങ്ങളും വ്യാജാശ്രയങ്ങളും അതുപോലെ വ്യാജ തരീഖത്തുകളും മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പരസ്പരം കാഫറാക്കുന്ന ഏർപ്പാടുകളും പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഏർപ്പാടുകളും കൊണ്ട് നടന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താമെന്ന് വല്ലവർക്കും തോന്നുന്നുവെങ്കിൽ ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഈ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താൻ ഖിയാമത്ത് നാൾ വരെ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്, ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്, ഹദീസ് പഠിപ്പിച്ച ആശയമാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയമാണ്, ഔലിയാക്കൾ പഠിപ്പിച്ച ആശയമാണ്, ആരിഫീങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അതിന്റെ പ്രചാരകരായ ഞങ്ങളെ കുറിച്ച് പോലും ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് മൂർച്ഛം കുറഞ്ഞിട്ടുണ്ടെന്ന് വരെ ദുഷ്പ്രചരണം നടത്തി ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആരെങ്കിലും വ്യാമോഹിച്ചുവെങ്കിൽ അവരെല്ലാം കൈകടിക്കേണ്ടി വരുമെന്ന് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.